നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറും ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ ഇന്നു മുതൽ പര്യടനം തുടങ്ങും. ബുധനാഴ്ച ആദ്യ സംഘം യുഎയിലെത്തും. 4 ദിവസങ്ങളിൽ മൊത്തം 7 സംഘങ്ങൾ 30-ലധികം രാജ്യങ്ങൾ സന്ദർശിക്കും. ശശി തരൂർ, ജോൺ ബ്രിട്ടാസ്, ഇ.ടി. മുഹമ്മദ് ബഷീർ തുടങ്ങിയവരാണ് സംഘത്തിലുള്ള മലയാളികൾ. CPM രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് അംഗമായ സംഘം ബുധനാഴ്ച രാവിലെ ബാങ്കോക്ക് വഴി ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോയിലേക്ക് പുറപ്പെടും. പാകിസ്ഥാന്റെ ഭീകരതയെ ലോകത്തെ അറിയിക്കുക എന്നതാണ് ദൗത്യ സംഘത്തിന് മുന്നിലുള്ള പ്രധാന ലക്ഷ്യം. ജനപ്രതിനിധികൾ, നയരൂപീകരണ സംഘങ്ങൾ, മാധ്യമങ്ങൾ, അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹങ്ങൾ തുടങ്ങിയവരുമായി ചർച്ചകൾ നടത്തും. പഹൽഗാമിലെ ഭീകരാക്രമണവും പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളും പാകിസ്ഥാനിൽ നിന്നുണ്ടായ പ്രകോപനങ്ങളും ഇന്ത്യൻ സൈന്യം നൽകിയ തിരിച്ചടിയും സർവകക്ഷി സംഘങ്ങൾ വിശദീകരിക്കും. ഒരു രാജ്യത്ത് പരമാവധി 2 ദിവസം തങ്ങി ദിവസം 8 പരിപാടികളിൽ വരെ പങ്കെടുക്കും. അടുത്ത രാജ്യത്തേക്കുള്ള യാത്ര രാത്രിയിലാവും. അംഗങ്ങളുടെ ഉറക്കവും വിശ്രമവും വിമാനങ്ങളിലായിരിക്കും. മുൻ വിദേശകാര്യമന്ത്രിമാർ, മുൻ അംബാസിഡർമാർ, വിദേശ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമുണ്ട്. UN രക്ഷാസമിതി സ്ഥിര അംഗങ്ങളായ രാജ്യങ്ങളും താൽക്കാലിക അംഗങ്ങളായ രാജ്യങ്ങളും സമീപ ഭാവിയിൽ അംഗങ്ങളാകാൻ പോകുന്ന രാജ്യങ്ങളും സന്ദർശിക്കും. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിൽ അംഗങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തും. പാകിസ്ഥാൻ ജൂലൈയിൽ രക്ഷാ കൗൺസിൽ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന സാഹചര്യത്തിൽ കൗൺസിലിലെ സ്ഥിരം അംഗങ്ങളുടെയും താൽക്കാലിക അംഗങ്ങളുടെയും ഭാവി അംഗങ്ങളുടെയും പിന്തുണ അത്യാവശ്യമാണ്. ഭീകര സംഘടനകൾക്കും ഭീകരർക്കുമെതിരെ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കുന്ന രക്ഷാ കൗൺസിലിന്റെ 1267 പ്രമേയം പ്രകാരമുള്ള സമിതി, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് സമിതി എന്നിവിടങ്ങളിൽ ഇന്ത്യൻ നിലപാടുകൾക്ക് അംഗരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിനിടെ ഭീകരതയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങളോട് നിലപാട് അറിയിക്കാനുള്ള സംഘത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധിയായ MP കൂടിയാലോചനയില്ലാതെ നിയോഗിച്ച നടപടിയിൽ പാർട്ടി നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയെ സമാധാനിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മമതയെ വിളിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിനിധി അയക്കണമെന്ന റിജിജുവിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് അഭിഷേക് ബാനർജിയെ മമത നിർദ്ദേശിച്ചു. സർക്കാർ പാർട്ടിയുമായി കൂടിയാലോചിക്കേണ്ടതായിരുന്നുവെന്ന് റിജിജു മമതയോട് പറഞ്ഞു. MPമാരുടെ പ്രതിനിധി സംഘങ്ങൾക്കായി സർക്കാർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പേരുകൾ തേടിയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. സുദീപ് ബന്ദോപാധ്യായയാണ് സർക്കാർ ആദ്യം പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം പിന്മാറിയതിനെ തുടർന്ന് ക്രിക്കറ്റ് താരം യൂസുഫ് പത്താൻ MPയെയാണ് കേന്ദ്രം പിന്നീട് നിർദ്ദേശിച്ചത്. പത്താൻ ഔദാര്യം അറിയിക്കുകയും പാർട്ടിയുമായി കൂടിയാലോചിക്കാത്തതിന് മമത വിമർശനമുയർത്തുകയും ചെയ്തതോടെയാണ് കേന്ദ്രമന്ത്രി നേരിട്ട് വിളിച്ചത്. പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണെയും പാർട്ടിയും വിഷയം അറിയിച്ചില്ലെന്നും മമത പറഞ്ഞിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഔപചാരിക അറിയിപ്പ് കിട്ടിയാൽ പ്രതിനിധികളെ അയക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞു. ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സംഘത്തിലാണ് തൃണമൂൽ പ്രതിനിധിയെ ഉൾപ്പെടുത്തിയത്. സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, അമരീന്ദർ സിംഗ്, രാജ വാറിംഗ് എന്നീ MPമാരെ കോൺഗ്രസ് നിർദ്ദേശിച്ചെങ്കിലും ആനന്ദ് ശർമ്മ ഒഴികെയുള്ളവരെ സർക്കാർ തഴയുകയായിരുന്നു. പട്ടികയിലില്ലാത്ത ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതും വിവാദമായിരുന്നു. പതിറ്റാണ്ടുകളായി ഇന്ത്യ നേരിടുന്ന ഭീകരതയുടെ അപകടത്തെക്കുറിച്ച് ലോകരാജ്യങ്ങളിൽ അവബോധമുണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്ന് CPM രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് മുന്നോടിയായി വിദേശ സെക്രട്ടറിയുടെ വിശകലന യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേ തലത്തിൽ വെച്ചുകെട്ടാനാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഭീകരാക്രമണത്തിന്റെ തിക്താനുഭവങ്ങൾ നേരിടുന്ന രാജ്യമാണ് നമ്മുടേത്. ഇന്ത്യ മതാധിഷ്ഠിത രാജ്യമല്ലെന്നും വൈവിധ്യങ്ങളും ബഹുസ്വരതയും ജനാധിപത്യ പ്രക്രിയയും നിലനിൽക്കുന്ന രാഷ്ട്രമാണെന്നും മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നയതന്ത്ര ആശയവിനിമയത്തിനപ്പുറം മറ്റ് രാജ്യങ്ങളിലെ അക്കാദമിക് സമൂഹം, വിദഗ്ധ സംഘങ്ങൾ, പൗരപ്രമുഖർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരുമായി വിശാലമായ ആശയവിനിമയമാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.